ഹലോ മൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാറിലിടുന്ന കാർ റോസറി, ഒരു ചെറിയ റോസറി നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വേണ്ടിയത് ഇതേപോലെ ഒരു അരി ബീഡ്സ് വേണം. അത് നമ്മൾക്ക് ഇങ്ങനെ ആമസോണിൽ നിന്ന് കിട്ടും, ജുവലറി ഫൈൻഡിങ്സൊക്കെ വിൽക്കുന്ന കടകളിൽ കിട്ടും. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് വലിയ വിലയുള്ള ക്രിസ്റ്റലൊന്നുമില്ല, എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്രിസ്റ്റലുമാണ്. അപ്പോൾ പല വിലകളുടേതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിന് ഇത്ര ഒരു അഴിയുടെ കൂട്ടത്തിൽ നമുക്ക് ഒരു ബീഡ് സ്വർഗസ്വനായ പിതാവിന് ഈ ബീഡിനേക്കായും അഴിയിലുള്ള ബീഡിനേക്കായും വലുതായിട്ടുള്ളൊരു ബീഡ് വേണം. പിന്നെ വേണ്ടിയത് കുരിശ് വേണം, കാശ് രൂപം വേണം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതാണ് അതിൻ്റെ സൈറ്റിലേക്ക് പോകാനുള്ളതൊക്കെ. അപ്പോൾ കുരിശുണ്ട്, അതുപോലെ കാശ് രൂപമുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾക്ക് ഗോൾഡ് പ്ലേറ്റഡ് കിട്ടും, സാധാരണ കിട്ടും. ഒത്തിരി വില വ്യത്യാസങ്ങളൊന്നുമില്ല. അതിൽ നിന്ന് നമ്മൾ 10 ബീഡ്സ് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ജംപറിങ് ആണ് വേണ്ടിയത്. ഇനി ജംപറിങ്, ക്ലോസ്ഡ് ജംപറിങ്ങും വരുന്നുണ്ട്, ഓപ്പണും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തരത്തിൽ, പല സൈസിൽ, പല കനത്തിലൊക്കെ ജംപറിങ് ഉണ്ട്. വലിയ വലിയ സൈസിലുണ്ട്. ഗോൾഡ് പ്ലേറ്റഡും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതെല്ലാം ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. പിന്നീട് വേണ്ടിയത് നമുക്ക് ഐ പിൻസാണ് വേണ്ടിയത്. ഈ ഐ പിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ചെറിയ പാക്കറ്റുകളായിട്ടും കിട്ടും, പിന്നെ ലാർജ് സ്കെയിലിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ ഒരു വശം മാത്രമേ ഇങ്ങനെ ഒരു റൗണ്ട് കാണും, ഇങ്ങനെ ഒരു വട്ടം കണക്ക്. അതാണ് അതിൻ്റെ പേരാണ്. ഇതും പല സൈസിലും പിന്നെ കനത്തിലും ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു സൈസ് കണ്ട, ഇതിങ്ങനെ ഒരു റൗണ്ടിലിരിക്കുക. അപ്പോൾ നമ്മുടെ മറ്റേ സൈഡും നമ്മൾ ബീഡ്സ് ഇതിൽ കോർത്തിട്ട് അതേപോലത്തെ തന്നെ ഒരു റൗണ്ട് ഉണ്ടാക്കണം. ഇതൊക്കെ ബീഡ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ വേണ്ടിയത് നമുക്ക് ഇതാണ് നമ്മുടെ ക്ലാസ്പ്. ഇതൊരു മാഗ്നറ്റ് ക്ലാസ്പ് എന്ന് പറഞ്ഞാൽ കൊളുത്ത്. ഈ കൊളുത്ത് ഇത് മാഗ്നറ്റാണ്. അപ്പം നമുക്ക് പെട്ടെന്ന് ഊരുകയും ഇടുകയും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾക്ക് മാഗ്നറ്റിക് ക്ലാസ്പ് വേണ്ട, നമ്മൾക്ക് ഈ ലോബ്സ്റ്റർ ക്ലാസ്പ് ഉപയോഗിക്കാം. ലോബ്സ്റ്ററിൻ്റെ കൊളുത്ത് ഇത് കണ്ട, ഇതിൻ്റെ പേരാണ് ലോബ്സ്റ്റർ. അപ്പോൾ ഇത് ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടിയത് നെയിൽ കട്ടർ വേണം കട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഒരു ചെയിൻ നോസ് പ്ലയർ വേണം. അത് വളഞ്ഞ അറ്റത്തിലും ഉണ്ട്, സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നതും ഉണ്ട്. വളഞ്ഞതാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ഒരു റൗണ്ട് നോസ് പ്ലെയർ. ഇതുകൊണ്ടാണ് നമ്മൾ ഐപ്പിന് കൊണ്ട് നമ്മൾ ഒരു റൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം ഈ 3 ടൂൾസ് മാത്രം മതി നമ്മൾക്ക്. അപ്പം നമ്മൾക്ക് ഇനി തുടങ്ങാം. നമുക്കപ്പോൾ കുരിശിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, താഴേന്ന്. അപ്പോൾ കുരിശിൻ്റെ അവിടെ നമ്മൾ ഒരു ഓപ്പൺ ജംപറിങ് വെച്ചു. പിന്നെ നമ്മൾ ഒരു ക്ലോസ്ഡ് ജംപറിങ് വെക്കണം. അപ്പോൾ നമ്മളിത് അറേഞ്ച് ചെയ്യുവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് സ്വർഗസ്വനായ പിതാവിൻ്റെ ബീഡ്സ് വെച്ചു. അപ്പോൾ ഇനി മാതാവിൻ്റെ ആ കാശുരൂപമില്ലേ, ആ കാശുരൂപത്തിന് 3 റൗണ്ടില്ലേ, 3 റൗണ്ട് കാണുന്നില്ലേ, ആ 3 റൗണ്ടിൽ നമ്മൾ ഓപ്പൺ ജംപറിങ് വെക്കണം. എന്നാലല്ലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം 3 ജംപറിങ് നമ്മൾ വെക്കണം. അപ്പം എങ്ങനെ 3 ജംപറിങ് നമ്മൾ വെച്ചു. ഇനി നമ്മൾക്ക് മാതാവിൻ്റെ ആ 2 സൈഡിലായിട്ട് 10 ഹെയിൽ മേരി ബീഡ്സ് വെക്കണം. 5 എണ്ണം ഓരോ സൈഡിലും നമുക്ക് വെക്കണം. 5 ഹെയിൽ മേരി ബീഡ്സ് ഓരോ സൈഡിലും വെക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ക്ലാസ്പ് വെച്ചു. പിന്നെ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ ക്ലോസ്ഡ് ജംപറിങ്ങില്ലേ, അത് നിങ്ങൾ ഓരോ ബീഡ്സിൻ്റെ ഇടയിലായിട്ട് വെക്കുക. അത് നമ്മൾക്ക് നീളം ഇത്തിരി കൂടി കിട്ടും. നമുക്ക് അത്രയും നീളം നമുക്ക് വേണം നമുക്ക് കാറിലിടാനായിട്ട്. കാറിൻ്റെ മിററിൻ്റെ കാലിലാണ് നമ്മളിത് ഇടുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾക്ക് അടുത്ത സൈഡിലും കൂടി മാതാവിൻ്റെ അടുത്ത സൈഡിൽ നമ്മൾക്ക് വെക്കണ്ടേ. അപ്പം അങ്ങനെ അപ്പം നമ്മൾക്ക് ടോട്ടൽ ജംപറിങ്, ക്ലോസ്ഡ് ജംപറിങ് നമ്മൾക്ക് 12 എണ്ണം വേണം. പിന്നെ കുരിശിൻ്റെ അവിടെ ഒരെണ്ണമുണ്ട്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ട്? 13 ക്ലോസ്ഡ് ജംപറിങ്ങാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനി ക്ലാസ്പിൻ്റെ സൈഡിൽ നമ്മൾ 2 ഓപ്പൺ ജംപറിങ് നമ്മൾ വെച്ചിട്ടില്ല, അതും കൂടി വെക്കണം കേട്ടോ. അതിങ്ങനെ ക്ലാസ്പ് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുറത്ത് കയറി പിടിച്ചിരിക്കുകയാണ്, അതങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഇനി നമ്മൾ ഓരോ ബീഡ്സിൻ്റെ ഇടയിൽ നമ്മൾ ഐപ്പിന് വെക്കണം. ഓരോ ബീഡ്സും കോർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബീഡ്സ് കണക്ട് ചെയ്യുന്നത് ഈ ഐപ്പിൻ വെച്ചിട്ടാണ്. അപ്പോൾ നന്മ നിറഞ്ഞ ബീഡ്സിന് നമ്മൾ 10 ഐപ്പിൻ വെച്ചു. പിന്നെ ഒരു സ്വർഗസ്വനായ പിതാവിൻ്റെ ബിഗിനിങ്ങിലില്ല, അതിന് നമ്മൾ ഐപ്പിൻ വെച്ചു. അപ്പോൾ ഇത്രയും സംഗതികളാണ് നമുക്കിത് വേണ്ടത്. ഇനി എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്താൽ
മാത്രം മതി. ആർക്ക് വേണമെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ ലൈക്കും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് ജമ്പറിങ് ഓപ്പൺ ചെയ്യുന്നതും കൂടി നമുക്ക് പഠിക്കാം. അപ്പം ഓപ്പൺ ജമ്പറിങ് കുറച്ചും കൂടി ഓപ്പൺ ആകണം, എന്നാലേ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ഇതേപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ശരിക്കുള്ള വേ ഇതാണ്. എന്നിട്ട് ഇതിൽ നമ്മൾ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിച്ചിട്ട് ഒരു വശം മാത്രം ഒരു സൈഡിലോട്ട് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ അടുപ്പിക്കുക. അപ്പോൾ ഈ അടുപ്പിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്വരം കേൾക്കുക. ദാറ്റ് മീൻസ് അത് നല്ലതായിട്ട് കണക്ട് ചെയ്തെന്ന്. അപ്പം രണ്ട് സ്ഥലവും നല്ലതായിട്ട് അടുത്തിരിക്കണം, ഇല്ലെങ്കിൽ ഇത് ഊരി പോകും. അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതിങ്ങനെ ചിലർ കൈകൊണ്ട് ഓപ്പൺ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ കുരിശിൻ്റെ അകത്തൻ്റെ ഉള്ളു നമ്മൾ കോർത്ത് അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി എക്സ്പെർട്ട് ആയി കഴിയുമ്പോൾ നമുക്ക് ആ മറ്റേതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ഒന്നും കൂടി ക്ലോസ് ചെയ്താലും മതി. അപ്പോൾ ഒറ്റ വഴിക്ക്. അപ്പോൾ ഞാനിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ അത് ക്ലോസ് ചെയ്തത്. ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ക്ലോസ്ഡ് ജമ്പറിങ് അതിലേക്ക് ഇടുക. വളരെ ഈസിയാണ്. നമ്മളിത് പഠിച്ചാൽ നമുക്ക് റോസറി തന്നെയല്ല, വേറെ ജ്വല്ലറി മേക്കിംഗ് ഒക്കെ നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് ഇപ്പം നമ്മുടെ കുരിശ് കഴിഞ്ഞ് ഇനി നമ്മൾ അടുത്തത് സ്വർഗസ്വനായ പിതാവില്ലേ. അപ്പോൾ സ്വർഗസ്വനായ പിതാവിന് നമുക്ക് ഐപ്പിൻ വേണം കണക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഐപ്പിന്നിൽ നമ്മൾ ഈ ബീഡ് നമ്മൾക്ക് ഈ ഐപ്പിന്നിൽ നമ്മൾക്ക് കോർക്കുക. അപ്പോൾ ഈ കോർക്കുമ്പോഴത്തേക്ക് നമ്മൾ കോർത്ത് ഏറ്റവും അടിയിലോട്ട് ഈ ബീഡ്സിനെ ഇങ്ങനെ താഴോട്ട് ഇതുണ്ട്, ബീഡ്സ് അതിൻ്റെ അറ്റം വരെ വരണം. എന്നിട്ട് അത് താഴോട്ട് നമ്മൾ ഒന്ന് വലിച്ച് ഇങ്ങനെ പിടിക്കണം, അതായത് അല്ലെങ്കിൽ സ്പേസ് വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐപ്പിന് ഇങ്ങനെ 90 ഡിഗ്രി ആംഗിളിൽ ഇങ്ങനെ വളയ്ക്കണം, പുറത്തോട്ട് വളയ്ക്കണം. നമ്മുടെ നേരെയല്ല, നമ്മുടെ കൈയുടെ പുറത്തോട്ട് വളയ്ക്കണം. എന്നിട്ട് നമ്മൾ ഒരു 1/4 ഇഞ്ച് മാത്രം കയ്യിൽ വയ്ക്കുക. ആ കാലിൻ്റെ നമ്മുടെ കയ്യിൽ കാണും 1/4 ഇഞ്ച് ബീഡ്സ് കഴിഞ്ഞിട്ട് കാണണം. ബാക്കി കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ നമുക്ക് ഇച്ചിരി ഒരു കൺഫ്യൂഷൻ വരും, ഇത് 1/4 ഇഞ്ച് ഉണ്ടോ ഇല്ലയെന്ന്. 1-2 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. ഇപ്പം ഇതിങ്ങനെ ചെയ്ത് ഇച്ചിരി കൂടി ഒരു കറക്റ്റായിരുന്നു, നല്ലതായിരുന്നു. ഇച്ചിരി കൂടി വലുപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിവേ ദിസ് ഈസ് ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ ഈ ബീഡിൻ്റെ രണ്ട് സൈഡിലും അപ്പം നമുക്ക് ഐ പോലെ ഒരു റൗണ്ട് പോലെ ഒരു സാധനം നമ്മൾക്ക് വരും. അപ്പം നമ്മൾക്ക് ഇനി ഇതിൻ്റെ ഒരു വശം ഓപ്പൺ ചെയ്ത് നമ്മൾ എടുത്തിട്ട് നമ്മൾ മറ്റേ ക്ലോസ്ഡ് ഐപ്പിന്നിലോട്ട് നമ്മൾ കണക്ട് ചെയ്യുക. ഇതിൻ്റെ ആ വശം നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയതാണത്. മനസ്സിലായി കാണുമെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്, കണ്ടോ. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾക്ക് ചെയിൻ നോസ് പ്ലെയറില്ലേ അതുകൊണ്ട് നമ്മൾ അതിനെ ഒന്ന് അടുപ്പിക്കുക. ഇത്രയേ ഉള്ളൂ. നല്ലതായിട്ട് അടുപ്പിക്കണം, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാം അങ്ങനെ ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നത് ശരിക്കും അടഞ്ഞാണോ ഇരിക്കുന്നത് നോക്കി. അത് കണ്ടോ, നമ്മുടെ കുരിശും നമ്മുടെ സ്വർഗസ്വനായ പിതാവും റെഡിയായി കേട്ടോ. ഇനി നമ്മൾക്ക് ഇതേപോലെ തന്നെ മാതാവിൻ്റെ 3 സൈഡിലും ക്ലോസ് ആയിട്ടുള്ള റിങ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ജമ്പറിങ് നമ്മൾ ഓപ്പൺ ചെയ്ത് ഈ 3 സൈഡിലും നമ്മൾ ആഡ് ചെയ്യുക. ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ വളരെ സ്ലോ ആയിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് ഇത്രയും നേരം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കോർത്തിട്ട് നമ്മൾ ഇങ്ങനെ രണ്ട് വശത്തുനിന്നും ഇങ്ങനെ പ്രസ് ചെയ്യണം. ഓവർലാപ്പ് ചെയ്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. ജസ്റ്റ് ടച്ച് ചെയ്താൽ മതി. ആ ഓപ്പൺ ചെയ്ത് രണ്ട് വശങ്ങളും തമ്മിൽ ജസ്റ്റ് ടച്ച് ചെയ്തിരിക്കുക. അതിൽ കൂടി ഒന്നും പിന്നെ ലൂസായി പോകത്തില്ല, നമ്മൾക്ക് വിട്ടു പോകത്തില്ല. പിന്നെ അങ്ങനെ കാശരൂപത്തിൻ്റെ 3 സൈഡും നമ്മൾക്ക് ഈ ജമ്പറിങ് നമ്മൾക്ക് കോർത്ത് ക്ലോസ് ചെയ്ത് വയ്ക്കാം നമ്മൾക്ക്. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി സ്ലോ ആയിട്ട് ഞാൻ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുണ്ട്, നമ്മൾ 3 സൈഡ് നമ്മൾ ജമ്പറിങ് കോർത്ത് നമ്മളത് ക്ലോസ് ചെയ്ത്. ഇനി കാശരൂപത്തിൻ്റെ പിന്നെ കാൽപാദം ഇല്ലേ, മാതാവിൻ്റെ കാൽപാദത്തിൻ്റെ അവിടെ
നമ്മൾ സ്വർഗസ്വനായ പിതാവും കുരിശും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ നമ്മൾ. അപ്പോൾ കാൽപാദത്തിൻ്റെ അവിടെയുള്ള ഇതിലേക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. സ്വർഗസ്വനായ പിതാവിൻ്റെ നമ്മൾ ഉണ്ടാക്കിയ ഹുക്കില്ല അത് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഈ മാതാവിൻ്റെ കാൽപാദത്തിൻ്റെ അവിടെയുള്ള നമ്മളിപ്പം കോർത്ത് വെച്ചില്ലേ ജംപറിങ്, അത് നമ്മൾ ഇതിലോട്ട് കണക്ട് ചെയ്യാം. എന്നിട്ട് ക്ലോസ് ചെയ്യാം. അപ്പം നമ്മളുടെ ആദ്യത്തെ ഭാഗം നമ്മൾ ഓൾറെഡി ഇപ്പം എല്ലാം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതും കൂടി ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാതാവായി, സ്വർഗസ്വനായ പിതാവായി, കുരിശായി. അപ്പോൾ ഇനി നമ്മൾക്ക് എല്ലാം പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് ക്ലോസ് ചെയ്തിട്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് നമ്മൾ വിട്ടു പോകാൻ സാധ്യതയുണ്ട്. ഇനി 10 ബീഡ്സിൽ അതെല്ലാം നമ്മൾക്ക് ഇതുപോലെ ഐപ്പിൻ വെച്ചിട്ട് കോർത്ത് 2 സൈഡും നമ്മൾ ഇതേപോലെ ഹുക്കുണ്ടാക്കി, ഒരു സൈഡ് ഐപ്പിന്നിൻ്റെ ഒരു സൈഡ് റൗണ്ട് ഉണ്ടല്ലോ, മറ്റേ സൈഡിൽ നമ്മൾ ആ റൗണ്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ചു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ പുറത്തോട്ട് ആദ്യമേ 90 ഡിഗ്രി വളച്ചു, പിന്നെ കട്ട് ചെയ്തു, പിന്നെ ഇങ്ങനെ ഒരു റൗണ്ട് ഉണ്ടാക്കി വെച്ചു. അപ്പം ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് 10 നമ്മൾക്ക് വേഗം ചെയ്യാം. അപ്പം ഞാൻ 10 നമ്മൾ ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾക്ക് ഇതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് 10 ചെയ്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ 1-2 ഒക്കെ ആയി. ഇനി അടുത്തത് ഞാൻ വേഗം ചെയ്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ഇത് നമ്മളെപ്പോഴും കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ടേൺ ചെയ്യുമ്പോഴൊന്നും റോസറി മറിഞ്ഞ് താഴെ വീഴത്തൊന്നുമില്ല. ഇത് അവിടെ തന്നെ കിടന്നുള്ളൂ. ഇത് റിയലി നല്ല ഒരു സംഗതി തന്നെയാണിത്. അപ്പം നിങ്ങളിത് പഠിച്ചെടുക്കുക. അപ്പം ഞാനിപ്പോൾ 10 നമ്മളിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ 10 ആയി. പക്ഷെ നമ്മൾ ആ ക്ലാസ്പില്ലേ, നമ്മളുടെ ആ കൊളുത്തിൻ്റെ സൈഡിൽ നമ്മൾ 2 ജമ്പറിങ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അത് ആഡ് ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾക്ക് വേഗം 2 വശത്തും നമ്മളത് 2 ആഡ് ചെയ്യാം, കോർക്കാം. നമ്മൾക്ക് കോർത്ത് അത് ക്ലോസ് ചെയ്യാം. അപ്പം അതുമായി. അപ്പം ഇത് ഇത്രയും കൂടി ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാമായി. ഇനി നമ്മൾക്ക് അങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് പോയാൽ മതി. അപ്പോൾ ഇതെല്ലാമായി. അപ്പോൾ എല്ലാം ശരിയായി. ഇനി നമ്മൾക്ക് എല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ മാതാവിൻ്റെ 2 വശത്തുമുള്ള ആ ഓപ്പൺ ജമ്പറിങ്ങിലോട്ട് നമ്മൾ ആദ്യമേ ക്ലോസ്ഡ് ജമ്പറിങ് ആഡ് ചെയ്യുക, എന്നിട്ട് അത് ക്ലോസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇങ്ങനെ ശകലം ഓപ്പൺ ചെയ്യുക. അതിലേക്ക് ക്ലോസ്ഡ് ജമ്പറിങ്ങിലോട്ട് നമ്മളുടെ നന്മ നിറഞ്ഞ മറിയമ്മയുടെ ബീഡ്സ് ആഡ് ചെയ്യുക. അപ്പോൾ എല്ലാം ഇങ്ങനെ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ള് എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുവരാം നമ്മൾക്ക്. അപ്പോൾ ഇത് നല്ല ഒരു സംഗതിയാണ് കേട്ടോ. ഇത് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഒരു സംഗതിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് മൂലം നമുക്ക് ഒത്തിരി സംഗതികൾ നമുക്ക് വേറെയും ചെയ്യാൻ പറ്റും ഈ പ്രോജക്റ്റ് ചെയ്താൽ. അപ്പോൾ നിങ്ങൾ ജുവലറിയൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതിലൊക്കെ ഇത് തന്നെയാണ് അതിലും നമ്മൾ കുറേ അപ്ലൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് എല്ലാ 2 സൈഡും നമുക്കിങ്ങനെ കൊണ്ടുവരാം. അതുപോലെ അപ്പം നമ്മളിപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ക്ലാസ്പില്ലേ, കൊളുത്തിൻ്റെ അടുത്ത് നമ്മൾ 2 ജമ്പറിങ് ഇട്ടിട്ടുണ്ടല്ലോ, ഓപ്പൺ ജമ്പറിങ്, അതിലോട്ട് നമ്മൾ ക്ലോസ്ഡ് ജമ്പറിങ് നമ്മൾ ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ മുഴുവൻ സംഗതിയും ആയിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് മറ്റേ കാശുരൂപത്തിൻ്റെ മറ്റേ സൈഡിലോട്ട് നമുക്ക് മറ്റേ അറ്റം കൂടി കണക്ട് ചെയ്യാം. അപ്പം നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏത് വശമാണോ നിങ്ങൾക്ക് വേണ്ടിയത് കാശുരൂപത്തിൻ്റെ ആ സ്ഥലം ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ചുകൊണ്ട്
നമ്മളിത് യോജിപ്പിക്കുക. നമ്മളുടെ ബ്യൂട്ടിഫുൾ റോസറി ശരിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ കാറിൽ കൊണ്ടുചെന്ന് നമുക്ക് ഇനി ഇടാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ. എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നമുക്കിനി കാണാം.